ഹായ് ഫ്രണ്ട്സ്, മൊബിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാട്സപ്പിൽ ഏവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇത് കാണാതായിട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിലൊരു അടിപൊളി ട്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റം നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇവിടെ മുകളിൽ തന്നെ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ എൻഡിൽ ഒരു കോളം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ ഒട്ടനവധി ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ മുകളിലുള്ള നോട്ടിഫിക്കേഷൻ ടോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോൺ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടോൺ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ഈ വ്യക്തി അയക്കുന്നത് ഞാൻ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ടോണിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ കോൾ വരുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് റിംഗ് ടോൺ എന്ന് കാണാൻ പറ്റും. റിംഗ് ടോണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോൺ ഇവിടെ സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടോണിൽ കോൾ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഈ വ്യക്തിയാണ് നമ്മളെ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും കോൾ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വാട്സപ്പ് ട്രിക്കുകളും അതേപോലെ ടെക് വീഡിയോസുകളുമാണ് ഞാൻ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.